ഹായ് ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനാണ് വന്നിട്ടുള്ളതെന്നല്ലേ, നമ്മളിതാ 3 ഡ്രസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ റിവ്യൂ പറയാൻ നമ്മളിന്നൊരു ഫ്ലിപ്കാർട്ട് ഹാളാണ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഞാൻ ആദ്യം കാണിച്ച എക്സ്പ്രഷൻ തന്നെ വീണ്ടും കാണിക്കും കേട്ടോ. കാരണം ഇത് ഇത്രയും പറഞ്ഞു തീർക്കാൻ കുറേ സമയം വേണമെന്ന് പറഞ്ഞാൽ പാക്കു ചോറിന് വാ അലയ്ക്കാതെ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞേ. അങ്ങനെ ഞാൻ വീണ്ടും ആക്ഷൻ കാണിച്ചപ്പോൾ ആദ്യത്തെ ആക്ഷൻ തന്നെ ഇൻവോളണ്ടറി ആയിട്ട് വന്നു ഗൈസ്. ഓക്കെ, പക്ഷേ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമുക്കല്ല, മമ്മിക്കാണ് സർപ്രൈസ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 3 ടോപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ടോപ്പല്ല, 3 ചുരിദാർ സെറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അണ്ടർ 500 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യത്തേതായി ചുവന്ന ചുരിദാറാണ്. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നി ഞങ്ങൾ എടുത്തതാണ്. ടോപ്പുണ്ട്, പാൻറ്റുണ്ട്, അത് കഴിഞ്ഞ് ഷോളുണ്ട്. നമുക്ക് ആദ്യം ഷോളിൽ നിന്ന് തുടങ്ങാം. ഷോൾ വന്നിട്ട് അത്യാവശ്യമല്ല, നല്ല വീതി നീളമുള്ള ഷോളാണ്. നല്ല വർക്കൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഞങ്ങളെ ഞെട്ടിച്ചത്. ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ഇത് കൊള്ളായിരിക്കുമോ ഇല്ലായിരിക്കുമോ, ഈ പൈസയ്ക്ക് ഇത് തീരെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമോ എന്ന്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. ഷോളിൽ നല്ല വർക്കൊക്കെ ഉണ്ട്, നല്ല ഷോളായിരുന്നു. ഇനി അടുത്ത പാൻറ്റാണ്. പാൻറ്റ് ചെറിയൊരു സ്ട്രെയിറ്റ് പാൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പലോസോ പാൻറ്റാണ്. ഇതിൽ എലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. ഇത് അത്യാവശ്യത്തിന് നീളമൊക്കെ ഉണ്ട്. തുണിയും നല്ല ക്വാളിറ്റി ഉണ്ട്. മീൻസ് നമ്മുടെ ഈ 500 രൂപയ്ക്ക് എന്തായാലും അടിപൊളി ക്വാളിറ്റി എന്നേ ഞാൻ പറയുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗെയ്സ്. പാൻറ്റിൻ്റെ നീട്ടമൊക്കെ നോക്കുന്നുണ്ടേ. ഒരുപാടങ്ങ് പലാസോ ആയിട്ട് വിട്ടില്ല, എന്നാലും ആവശ്യത്തിനുണ്ട്. അവസാനം ടോപ്പ്. ഇതിൻ്റെ ഭംഗി കൊണ്ടാണ് ഞങ്ങളിത് സെലക്ട് ചെയ്തത്. മമ്മിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം മമ്മിക്ക് നന്നായിട്ട് ചേരുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ ടോപ്പ്. ഫ്രണ്ടിൽ ഒരു 1 2 3 4 ബട്ടണൊക്കെ വന്നിട്ടുണ്ട്. കയ്യിൽ ലേസൊക്കെ വന്നിട്ടുണ്ട്. കഴുത്തിൽ അതുപോലെ ലേസിൻ്റെ ഒരു സ്ക്വയർ ഡിസൈനൊക്കെ ഉണ്ട്. നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. പിന്നെന്താണ്, നമ്മൾ XXL ആണ് കേട്ടോ വാങ്ങിയത്. XXL ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എന്തൊക്കെയായാലും അടിപൊളി സാധനമായിരുന്നു. ഈ ചുവന്ന ടോപ്പിൻ്റെ വില വന്നിട്ട് 459 രൂപയാണ്. പക്ഷേ നമുക്ക് 459 രൂപയാണ് ആയത്. അല്ലാതെ എത്രയാണ് ഇപ്പൊ കുറച്ച് വില കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി മമ്മി ഇട്ടിട്ടുള്ള ലുക്ക് നോക്കാം. ഇതാണ് ഗൈസ്, കൊച്ചു കളി. ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കൊടുത്തപ്പോൾ ആ സർപ്രൈസ് ആയിട്ട് കൊടുത്തപ്പോൾ റിയാക്ഷൻ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിത് തിരിച്ച് റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞേ. വെറുതെ വാങ്ങിച്ചതാണ്, തിരിച്ച് റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിരുന്നേ. അങ്ങനെ പിന്നെയാണ് സന്തോഷമായത്. ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ അമ്മയുടെ കറക്റ്റ് സൈസിന് അടിച്ചെടുത്തിട്ടുണ്ട്. പാൻറ്റൊക്കെ നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റൊന്നും മമ്മിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ സൈഡിലോട്ട് അടിച്ച് സാധാരണ ചുരിദാർ പാൻറ്റ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഷോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ലേസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും മമ്മി എന്ന് പറഞ്ഞപ്പോൾ ലേസൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ലുക്ക്. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത് നമ്മുടെ രണ്ടാമത്തെ ചുരിദാറിലോട്ട് പോകാം. ഇത് ഒരു റോസ് കളർ ചുരിദാറാണ്. പിങ്ക് കളറാണ്. അപ്പോൾ ഇതും എടുത്തത്, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 XXL എടുത്തു. ഇത് 4XL ആണ് നമ്മളെടുത്തത്. കാരണം ഇനി അളവങ്ങാനും ശരിയായില്ലല്ലോ എന്നോർത്ത് ഞങ്ങളങ്ങനെ മമ്മിക്ക് ഓൺലൈനിൽ നിന്നും വാങ്ങാറില്ല. ഇത് ആദ്യത്തെ തവണയാണ്. അതുകൊണ്ട് ഇത് 4XL ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വില എത്രയായിരുന്നു? ഇതിൻ്റെ വില 499 രൂപയാണ്. എടുത്ത് തുറന്ന് നോക്കി. പക്ഷെ തുറന്ന് നോക്കിയപ്പോഴേ എനിക്ക് ഇച്ചിരി നെഗറ്റീവ് അടിച്ചേ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ചുവന്ന തുണിയുടെ അത്ര, ആ ടോപ്പിൻ്റെ അത്ര കട്ടി എനിക്ക് തോന്നിയില്ലേ. ഇത് ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യാമെന്നൊക്കെ ഈ കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഇതിൻ്റെ കളറും ഭംഗിയൊക്കെ കൊണ്ട് പിന്നെ ഇത് റിട്ടേൺ ചെയ്തില്ല. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും, ഇട്ട് നോക്കിയപ്പോൾ ഏറ്റവും ഭംഗി ഇതായിരുന്നേ. അത്യാവശ്യം കട്ടിയുണ്ട്. എന്നാലും മറ്റേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് കട്ടി കുറവ് തോന്നി. ഫ്രണ്ടിൽ ഒരു 8 ബട്ടണൊക്കെ ഉണ്ട്. ആ ബട്ടൺ നമുക്ക് തുറക്കാൻ പറ്റുന്ന ബട്ടണാണ്. അങ്ങനെ കുറച്ച് ഡിസൈനുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ലേസൊക്കെ ഇതിലും വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെടുത്ത 3 ചുരിദാറിലും ഈ ലേസ് ഉണ്ട്. അപ്പോൾ ആ ചുവന്ന ടോപ്പ് കൂടെ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. ഇത് തുറക്കാൻ പറ്റുമോ നോക്കുകയാണേ. പക്ഷേ ഇത് തുറക്കാൻ പറ്റൂല. ഇതിലല്ലാത്ത ക്ലോസ്ഡ് ആയിട്ടുള്ള വർക്കാണുള്ളത്. പക്ഷേ ഈ റോസിൽ നമുക്ക് ബട്ടൺ തുറക്കാൻ പറ്റും. പിന്നെ ടോപ്പിന് അത്യാവശ്യം നീളമൊക്കെ ഉണ്ടായിരുന്നേ. 4XL ആയതുകൊണ്ട് അത്യാവശ്യം മറ്റേതിനെക്കാട്ടി നല്ല വലുതായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ അമ്മയ്ക്ക് ബോഡി അടിച്ചാണ് ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പാൻറ്റ് നോക്കാം. ഇതാണ് നമ്മുടെ പാൻറ്റ് അടിപൊളിയായിരുന്നു. പാൻറ്റ് ഷോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പാൻറ്റിൻ്റെ അധികം കട്ടി കുറവായിരുന്നു. പക്ഷേ നമ്മുടെ മറ്റേ തുണി പോലത്തെ കുറച്ചുകൂടെ സെമി കോട്ടൺ ആയിട്ടുള്ളൊരു തുണിയല്ല, കുറച്ചുകൂടെ കട്ടി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പാൻറ്റിൻ്റെ ഒരു സൈഡിലാണ് നമുക്ക് എലാസ്റ്റിക് ഉള്ളത്. പിന്നെ എന്താണ്, ആ ക്രോച്ചിൻ്റെ ആ സൈഡിലൊക്കെ അത്യാവശ്യം വിഡ്ത്ത് ഉണ്ടായിരുന്നു.
താഴെ ഇതുപോലൊരു കട്ടൊക്കെ ഉണ്ട്, ഡിസൈനൊക്കെ ഉണ്ട്. പക്ഷേ മമ്മിക്ക് ഇറക്കം കുറയ്ക്കുമ്പോൾ ഈ കട്ടിൻ്റെയൊക്കെ കുറേ മുകളിൽ വെച്ച് കുറയ്ക്കേണ്ടി വരും, ഒരുപാട് പൊക്കമുള്ളതുകൊണ്ടേ. അങ്ങനെ ഷോൾ ഇതാണ്. ഷോൾ തീരെ പഞ്ഞി പോലത്തെ ഷോളായിരുന്നു. ഷോള് അധികം കട്ടി കുറവാണ്. നമ്മൾ ഓരോ കഴിവെല്ലാം ഞങ്ങൾ ഒരു തവണ ഇത് കഴുകി നോക്കി, ഒരുപാടൊന്നും ചുരുങ്ങി പോകുന്നില്ല. എന്നാലും നമ്മൾ തേച്ച് എടുത്താൽ നല്ലതായിരിക്കും. പക്ഷെ 500 രൂപയ്ക്ക് അടിപൊളി ക്വാളിറ്റി ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ഇതാണ് നമ്മുടെ പാൻറ്റും ഷോളും ടോപ്പും. ഇനി നമുക്ക് മമ്മി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. ആ പാൻറ്റിൻ്റെ മറച്ചാണ് ഷോൾ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് കാണാൻ വയ്യ. വീണ്ടും ഇതിൽ നേരത്തെ കാണാതെ പഠിപ്പിച്ചു കൊടുത്ത ആക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്, കൈയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇനി അവസാനം മമ്മിയുടെ ഒരു ഓട്ടം കാണാമേ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് പറയുമ്പോഴേ മമ്മി ഓടും അടുത്തത് ഇടാനായിട്ട്. അങ്ങനെയാണ് മമ്മി. ഇത് ഏകദേശം ഞങ്ങൾ കുറേ നാളുകൊണ്ട് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. ഈ മമ്മിയുടെ സമയക്കുറവ് കാരണം നമുക്ക് എടുക്കാൻ പറ്റാത്തതാണേ. ഒന്ന് കറങ്ങാൻ പറഞ്ഞപ്പോൾ പയ്യ നിന്നിടത്ത് തന്നെ നിന്ന് കറങ്ങുന്നുണ്ട്. ഇതാണ് ഓടണണ്ട നില്ല അവിടെ പോവരുത് എന്ന് കുറേ തവണ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പോയി അടുത്ത് ഇട്ടുകൊണ്ട് വരാമെന്നാണ് മമ്മി പറയണത്. ഇതാണ് നമ്മുടെ 3ാമത്തെ ഡ്രസ്സ്. ഇത് ഞങ്ങൾ രണ്ടുപേരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞങ്ങൾക്ക് പച്ച കളർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഈ പച്ച വാങ്ങിച്ചത്. വേറൊരു പച്ചയും കൂടെ ഉണ്ടായിരുന്നേ, പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, അതുകൊണ്ട് പിന്നെ ഇത് വാങ്ങിച്ചു. ഇത് ഒരു ലൈറ്റ് പച്ച കളറാണ്. ഇതും XXL ആണ് വാങ്ങിച്ചത്. നമ്മൾ 4XL റോസ് കളർ മാത്രമാണ് 4XL വാങ്ങിച്ചിട്ടുള്ളത്, ബാക്കി രണ്ടും XXL ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് എത്ര രൂപയായിരുന്നു? ഇതിന് 449 രൂപയാണ്, അല്ല 459 രൂപയാണ് ആയത്. ഇപ്പോൾ വില കുറച്ച് ചേഞ്ച് ആയിട്ട് 10-20 ചേഞ്ച് ആയിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ ഇത് നല്ല കട്ടിയുള്ള തുണിയായിരുന്നു. എനിക്ക് തുണിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എല്ലാം ഒരുപോലത്തെ തുണിയാണെങ്കിലും അതിൻ്റെ കട്ടിയിൽ നല്ല വ്യത്യാസമുണ്ട്, ക്വാളിറ്റിയിൽ. പക്ഷേ ഇതെനിക്ക് നല്ല കട്ടിയുള്ളതായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ നല്ല വെയിറ്റും ഉണ്ടായിരുന്നു ഈ പാക്കിങ്ങിന്. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നല്ല കട്ടിയുള്ള തുണിയാണ്, നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ ആ വർക്ക് നല്ല വർക്കായിരുന്നു, ഒരു സ്ക്വയറിൽ ഒരു വർക്ക് ഉണ്ട്, അത് നല്ല വർക്കായിരുന്നു. താഴെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ആ ലേസ് ഇവിടെ താഴെ തന്നെ ഉണ്ട്. ഇപ്പുറത്തെ ഭാഗത്തും ആ ലേസ് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. വീണ്ടും ടോപ്പ് തന്നെ വന്നു, കുഴപ്പമില്ല. ഒന്നുകൂടെ ടോപ്പ് നോക്കിയിട്ട് നമുക്ക് പാൻറ്റ് നോക്കാം. ആ കൊച്ചും പിടിച്ച് നോക്കുന്നുണ്ട്, നല്ല കട്ടിയുണ്ട്. ഇത്ര പോരെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. കുറേ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. അങ്ങനെ ഇനി ഞാനിതിവിടെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ അടുത്ത പാൻറ്റ് എടുക്കുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ്. ഇനി നമുക്ക് ഷോൾ നോക്കാം. ഷോള് നല്ലതായിരുന്നു, നല്ല കളറായിരുന്നു. ഈ കളറ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്, അതുകൊണ്ട് ഇത് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഷോളിൽ നമ്മൾ ആദ്യം കാണിച്ചില്ലേ ചുവപ്പ്, അതിൻ്റെ സെയിം ആയിട്ടാണ് നമുക്കുണ്ടായിരുന്നത്. അതിന് നടുക്ക് കുറച്ച് ഡിസൈനും പിന്നെ സൈഡിൽ അപ്പുറവും ഇപ്പുറവുമാണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം വലിയ ഷോളാണ്. എൻ്റെ മമ്മി വലിയ ഷോൾ അങ്ങനെ ഇടാറില്ല, കാരണം വലുതായി കിടക്കുമെന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഷോളാണ്. ഓരോ ഇടക്കം കഴിയും തോറും നമ്മൾ തേച്ച് ഉപയോഗിച്ചാൽ കുറേ നാൾ യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരെണ്ണം നമ്മൾ എന്തായാലും കഴുകിയിട്ട് നോക്കി, പക്ഷേ അത് കൊള്ളാം, നല്ലതായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പാൻറ്റ് നോക്കാം. പാൻറ്റ് പച്ച പാൻറ്റാണ് നമുക്കുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ആദ്യം കാണിച്ചെന്ന ചുവന്ന ഡ്രസ്സിൻ്റെ ഏകദേശം ഡിസൈൻ കുറച്ച് വർക്കുകൾ മാത്രമേ ചേഞ്ചുള്ളൂ, ബാക്കി എല്ലാം ഒരുപോലെയാണ്. ഇവിടെ 2 സ്ഥലത്ത് എലാസ്റ്റിക് ഉണ്ട്. അത്യാവശ്യം നല്ല വിടുത്തുള്ള, അത്യാവശ്യം ആവശ്യത്തിന് വിടുത്തുള്ള ലെങ്തുള്ള പാൻറ്റായിരുന്നു. പാൻറ്റിൻ്റെ താഴെ നമ്മൾ നേരത്തെ റോസിൻ്റെ പോലത്തെ കട്ടൊന്നുമില്ല. ഏകദേശം കൊള്ളാം, നല്ല പാൻറ്റ്. എന്തായാലും നമുക്ക് നോക്കാം മമ്മി ഇതെങ്ങനെയാണ് ഇട്ടിട്ടുള്ളതെന്ന് നമുക്ക് അവസാനം നോക്കാം. ഓക്കെ, ഇതാണ് മമ്മി ഇട്ടിട്ടുള്ള ലുക്ക്. ഇതാണ് മമ്മിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാണ് മമ്മിയുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഗെയ്സ്. ഇതിട്ടിട്ട് പ്രതിമ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ സ്റ്റക്കായതല്ല, മമ്മി അനങ്ങാതെ നിൽക്കണതാണ്. തിരിയാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു. ഇനി കുഴപ്പമില്ല, മമ്മി പയ്യെ അതൊക്കെ പഠിച്ചോളും. ഫ്രണ്ടിലെ വർക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ കയ്യിലെ ലേസൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ കൈയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്. പിന്നെ ഷേപ്പ് ചെയ്തുകൊണ്ടിരുന്ന മമ്മിയുടെ പാട്ടിന് പോകും, അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഫോട്ടോസ് 2 ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസും മമ്മിയുടെ അവസാനത്തെ ഒരു കലാപരിപാടിയും കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് മസ്റ്റാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ഇഷ്ടപ്പെട്ടു, നല്ല സൂപ്പറാണ്, നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ്. തംസപ്പ് പോയി ഇങ്ങനെ